പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് സർക്കാർ നൽകിയ പരമോന്നത പ്രസിഡൻഷ്യൽ ബഹുമതി കണ്ട് കണ്ണുകടിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് മുഖത്തടിച്ച പോലുള്ള മറുപടി നൽകി ഇന്ത്യ. മോദിക്ക് കിട്ടിയ അവാർഡ് വ്യാജമാണ്, കൃത്രിമമാണ് എന്നൊക്കെ പറഞ്ഞ് പാക് മന്ത്രി കടന്നുകയറി. ഇതോടെ പാക് മന്ത്രിയുടെ മാനസിക നില തെറ്റിയെന്ന് ഇന്ത്യ മറുപടിയും പറഞ്ഞു. ഖ്വാജ ആസിഫിന് വേറെ പണിയൊന്നുമില്ലെന്നും തനിക്ക് അറിവില്ലാത്ത വിഷയങ്ങളിൽ അസംബന്ധം പറഞ്ഞ് സമയം തള്ളി നീക്കുകയാണെന്നും ഇന്ത്യ തുറന്നടിച്ചു. ഇത്തരം ഒരു വട്ടനെ പ്രതിരോധ മന്ത്രിയാക്കി വെച്ചിരിക്കുന്നതിൽ അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാന്റെ ഇന്നത്തെ ഗതികേട് എന്നും ഇന്ത്യൻ ഭരണകൂടം പരിഹസിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനും വികസ്വര ദ്വീപരാഷ്ട്രങ്ങളുടെ ഉന്നമനത്തിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഇടപെടലുകൾ മുൻനിർത്തിയാണ് സീഷെൽസ് സർക്കാർ അദ്ദേഹത്തിന് ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ എന്ന പരമോന്നത ബഹുമതി നൽകി ആദരിച്ചത്. സീഷെൽസ് തങ്ങളുടെ ദേശീയ പുരസ്കാര സമ്പ്രദായം പരിഷ്കരിച്ചതിന് ശേഷം ഈ ബഹുമതി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇതാണ് പാകിസ്ഥാനെ കടുത്ത അസൂയയിലേക്ക് നയിച്ചത്. ഖ്വാജ ആസിഫ് മാനസിക നില തെറ്റിയ ആളാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അസൂയ എപ്പോഴും മോശമാണ്, പ്രത്യേകിച്ച് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന പാക് മന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് വരുമ്പോൾ. ഇന്ത്യ പരിഹസിച്ചു. അതേസമയം പുതിയ പുരസ്കാരത്തെ ചൊല്ലി ഇന്ത്യയിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഔദ്യോഗിക പത്രക്കുറിപ്പിലെ അക്ഷരത്തെറ്റുകളും ടൈപ്പിംഗ് പിശകുകളും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി കാണിച്ചിരുന്നു. AI ഉപയോഗിച്ച് ധൃതിപ്പെട്ട് തയ്യാറാക്കിയതാണ് ഈ പുരസ്കാരത്തിന്റെ ചിത്രം എന്നും വിമർശിക്കപ്പെട്ടു. എന്നാൽ പുരസ്കാരം യഥാർത്ഥമാണെന്നാണ് സീഷെൽസ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഭ്യന്തര രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് പഴയ ദേശീയ ബഹുമതി ചട്ടക്കൂട് റദ്ദാക്കി പുതിയതൊന്ന് നിർമ്മിക്കുന്ന പ്രക്രിയയിലായിരുന്നു തങ്ങളെന്ന് അവർ അറിയിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജൂൺ 24-നാണ് മന്ത്രിസഭ ഈ പുരസ്കാരത്തിന് അംഗീകാരം നൽകിയത്. പുരസ്കാരത്തിന്റെ പത്രക്കുറിപ്പ് അബദ്ധത്തിൽ പ്രചരിച്ച ഒരു തൊഴിൽ കരട് മാത്രമാണെന്നും പിന്നീട് അംഗീകൃത പതിപ്പ് പുറത്തിറക്കിയെന്നും സീഷെൽസ് വ്യക്തമാക്കി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയതിനാൽ ചിത്രത്തിന്റെ ഭാഗങ്ങൾ ഡിജിറ്റൽ ഡിസൈൻ ടൂൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്നും അവർ വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിയും ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു അവാർഡ് വ്യാജമാണെന്ന് വെളിപ്പെടുത്തി വന്നതും ഇന്ത്യ ഇതിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നതും. പരിസ്ഥിതി സംരക്ഷണത്തിനും വികസ്വര ദ്വീപരാഷ്ട്രങ്ങളുടെ ഉന്നമനത്തിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഇടപെടലുകൾ മുൻനിർത്തിയാണ് സീഷെൽസ് സർക്കാർ അദ്ദേഹത്തിന് ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ എന്ന പരമോന്നത ബഹുമതി നൽകി ആദരിച്ചത്.